പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് കേരളത്തിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന ബ്രാൻഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ടാറ്റ ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അങ്ങനെ ഒരു നിക്ഷേപം നടത്തും എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. അതായത് ടാറ്റ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ടാറ്റ ഗ്രൂപ്പ് തള്ളിക്കളയുകയാണ്. പദ്ധതിയെക്കുറിച്ച് അറിയില്ല, കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടാറ്റ ഗ്രൂപ്പിന് ദക്ഷിണേന്ത്യയിലെങ്ങും പദ്ധതിയില്ല എന്നാണ് ടാറ്റയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിനെ ഉദ്ധരിച്ചുകൊണ്ട് എക്കണോമിക്സ് ടൈംസിന്റെ infra.com ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി ടാറ്റ 10,000 കോടി രൂപ നിക്ഷേപിക്കും. വിഴിഞ്ഞം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും അങ്ങനെ ഒരു വലിയ പ്രൊജക്ട് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത്. Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. Many other companies. Yeah. The vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal? Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. യെസ്, ഇപ്പോൾ വി അരുണാണ് ചേരുന്നത്. അരുൺ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വി ആർ ഡിസ്കസിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു നീക്കമേ ഇല്ല, അല്ലെങ്കിൽ കേരളത്തിൽ എന്നല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയും ഇത്തരത്തിലൊരു നീക്കമില്ല എന്ന് ടാറ്റയെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പറയുകയാണല്ലോ. എന്താണ് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളത്തിൽ കപ്പൽശാല നിർമ്മാണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ടാറ്റ വ്യക്തമാക്കുന്നത്. ടാറ്റ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ വാദം തന്നെ ടാറ്റ ഗ്രൂപ്പ് തള്ളിക്കളയുകയാണ്. പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടാറ്റ ഗ്രൂപ്പിന് ദക്ഷിണേന്ത്യയിൽ എങ്ങും പദ്ധതികളൊന്നുമില്ല എന്നും ടാറ്റയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിനെ ഉദ്ധരിച്ചുകൊണ്ട് എക്കണോമിക് ടൈംസിന്റെ infra.com ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വി അരുൺ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതും ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖം. സ്വാഭാവികമായും അത് വലിയ തോതിൽ ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ ഒക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണല്ലോ. അങ്ങനെയുള്ള ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നു 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അതിൽ ചർച്ച നടക്കുന്നുവെന്ന്. പക്ഷേ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് infra.com റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല എന്ന്. തീർച്ചയായിട്ടും രണ്ടിടങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, ഒരു മാരിടൈം കോൺഫറൻസിലാണ്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കോൺഫറൻസ് അദ്ദേഹം വലിയ സന്തോഷത്തോടുകൂടി ഇക്കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബ്ലൂംബർഗിന്റെ അഭിമുഖം. ഈ രണ്ടിടത്തും മുഖ്യമന്ത്രി പറയുമ്പോഴും ടാറ്റ ഗ്രൂപ്പ് ഈ പദ്ധതിയെ തള്ളിപ്പറയുകയാണ്. അത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അവരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത എക്കണോമിക് ടൈംസിന്റെ വാർത്തയിൽ പറയുന്നത്. കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിയെ പറ്റി അറിയില്ല, കേരളത്തിൽ നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ടാറ്റ ഗ്രൂപ്പിന് നിലവിൽ കപ്പൽ നിർമ്മാണ പദ്ധതികളില്ലെന്നും ടാറ്റ ഗ്രൂപ്പിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഇറ്റിയുടെ എക്കണോമിക് ടൈംസിന്റെ വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട്. 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധമായി എന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദം. ഏതായാലും ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യമായ വിവരം ഈ ഘട്ടം വരെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ മറ്റൊരു യോഗത്തിലാണ്, അദ്ദേഹം അതിനുശേഷം ഇക്കാലത്ത് വിസ്തീർണം തന്നേക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത്തരമൊരു പദ്ധതി ഒരു തരത്തിലും സംസ്ഥാനം ചർച്ച ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മാത്രം അറിവാണ് എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. സ്വാഭാവികമായും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ഒരു തരത്തിലും ഒരു നീക്കം ടാറ്റയുടെ ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ അത്തരം ഒരു പ്രഖ്യാപനം നടത്താനിടയില്ല. എന്തുകൊണ്ട് ടാറ്റ ഇതിനെ ഈ വിവരത്തിൽ നിഷേധിച്ചു എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഏതോ ഭാഗത്ത് ഒന്നെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു കളവ് പറയുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോൾ കരുതാൻ. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിച്ചാൽ സ്വാഭാവികമായും വലിയൊരു നിക്ഷേപം അദ്ദേഹത്തിന് ആ അഭിമുഖത്തിലും അതുപോലെ തന്നെ ആ പ്രസംഗത്തിലുമൊക്കെ അതിന്റെ വലിയൊരു സന്തോഷം ഉൾക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആണ്. അതായത് ഇതിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്, അതിലാണ് സംശയം, അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സജിത്ത്, ഒരു അഭിമുഖത്തിൽ
വി ഡി സതീശൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാതെ ഇല്ലാതെ പറയുമെന്നത് നമുക്കും അവിശ്വസനീയമായി തോന്നുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായതാണോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ അതൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഈ രണ്ട് വാർത്തകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നതേ ഇല്ലല്ലോ സജിത്ത്. അഭിലാഷ്, എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തെറ്റ് എന്ന് ടാറ്റ പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടിയാണ് വിശദീകരണം വേണ്ടിവരുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ, ആ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ആദ്യം അദ്ദേഹം പറയുന്നു ടാറ്റ പണം നിക്ഷേപിക്കുന്നു, കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ അഭിമുഖം എടുക്കുന്ന വ്യക്തി ചോദിക്കുന്നുണ്ട് എന്താണ് ആ പദ്ധതി, അതിനെക്കുറിച്ച് കൂടുതൽ പറയാമോ എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു 10,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും, വളരെ വേഗത്തിൽ ഇക്കാര്യം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ടാറ്റ നൽകുന്ന വിശദീകരണ പ്രകാരം ഇങ്ങനെ ഒരു പദ്ധതിയെ കേരളത്തിലില്ല എന്നതാണ്. എക്കണോമിക് ടൈംസ് അവർക്ക് ഇമെയിൽ വഴി ലഭിച്ച ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു മറുപടി എന്നതാണ് ഈ വാർത്തയിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് എക്കണോമിക് ടൈംസ് ഇൻഫ്ര പുറത്തുവിടുന്ന വാർത്തയാണ്. ഈ വാർത്തയുടെ ഉള്ളടക്കത്തിൽ അവർ പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥർ നൽകിയ വിവരമനുസരിച്ച് കേരളത്തിൽ ഇത്തരമൊരു പദ്ധതിയില്ല, കേരള മുഖ്യമന്ത്രി ഇത്തരമൊരു വാദം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്കറിയില്ല, ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. ദക്ഷിണേന്ത്യയിലെങ്ങും ഒരു കപ്പൽ നിർമ്മാണ പദ്ധതി തങ്ങൾ ആലോചിക്കുന്നില്ല എന്നുകൂടി ടാറ്റ ഗ്രൂപ്പ് വിശദീകരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം കേരളത്തിൽ വലിയ ചർച്ചയായതാണ് 10,000 കോടിയുടെ നിക്ഷേപം വരുന്നു, സമുദ്ര മിഷൻ എന്ന വലിയൊരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബജറ്റിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളുണ്ട്. ഇതിന് പിന്നാലെ ഇത്തരമൊരു പദ്ധതി കൂടി വന്നതോടുകൂടി കേരളത്തിൽ വികസനത്തിൻ്റെ പുതിയ വഴികൾ തുറക്കുന്നു, ടാറ്റ ഗ്രൂപ്പ് കൂടി വരുന്നതോടുകൂടി വിഴിഞ്ഞത്തിന് അനുബന്ധമായ പുതിയൊരു നീക്കമുണ്ടാവുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു വാർത്ത. ഇത് ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു ടാറ്റയുടെ വിശദീകരണം വരുന്നത്. തങ്ങൾക്ക് ഇത്തരമൊരു പദ്ധതിയില്ല, അത്തരമൊരു വാഗ്ദാനം കേരളത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ടാറ്റ വിശദീകരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു നിലപാട് ടാറ്റ അറിയിച്ചതോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അത് സംബന്ധിച്ച പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരുത്തിയിട്ടില്ല. എന്തായാലും കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാദം തള്ളിക്കളഞ്ഞു ടാറ്റ ഗ്രൂപ്പ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. യെസ്, സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പക്ഷേ 10,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായാൽ കേരളത്തിൽ അത് വലിയ വികസന കുതിപ്പിന് വഴി തുറക്കുമായിരുന്നു. അങ്ങനെ ഒരു നിക്ഷേപ താല്പര്യം ടാറ്റ പ്രകടിപ്പിച്ചു എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഇത് മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് ആധികാരികമായ പ്രതികരണമായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ന്യൂസ് ടെൻസ് അതിൻ്റെ സാധ്യതകൾ ഉൾപ്പെടെ, കാരണം ഇപ്പോൾ തന്നെ കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ട് കരാറിൽ ആണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷേ വിഴിഞ്ഞത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു നിർമ്മാണശാല വന്നാൽ അത് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടും എന്നതുൾപ്പെടെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. പക്ഷേ ആ വാർത്തയിലാണ് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പം തുടരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.